നമസ്കാരം. മുനമ്പം ഭൂമി വിഷയത്തിൽ സമസ്തയിൽ അടി. സമസ്ത മുഷാവറാംഗം ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്ന് സുന്നി യുവജന സംഘം സെക്രട്ടറിയും സമസ്ത നേതാവുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ. വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് സമസ്ത നേതൃത്വമാണെന്നും ആരെങ്കിലും പൊതുയോഗത്തിലോ മറ്റോ അഭിപ്രായം പറയുന്നത് സമസ്തയുടെ നിലപാടായി കണക്കാക്കാനാകില്ലെന്നുമാണ് വിഷയത്തിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രതികരിച്ചത്. മുനമ്പം വിഷയം രാഷ്ട്രീയമോ വർഗീയമോ ആക്കരുതെന്നും സുപ്രഭാതത്തിലെ ലേഖനം സമസ്തയുടെ അഭിപ്രായമല്ലെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഉമർ ഫൈസി ഒരു സമ്മേളനത്തിലും യുവജന വിഭാഗം നേതാവ് മുസ്തഫ മുണ്ടുപാറ പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും ആണ് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്നും വിട്ടുകൊടുക്കാനാവില്ലെന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് മറുപടിയാണുമായാണ് ഇപ്പോൾ അബ്ദുസമദ് പൂക്കോട്ടൂർ രംഗത്ത് വന്നത്. ഭൂമി അവിടെ താമസിക്കുന്നവർക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്ന മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനത്തെ ഇരുവരും തള്ളിപ്പറയുകയും ചെയ്തു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നും 1950 അത് വഖഫായതെന്നുമാണ് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കിയത്. വഖഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല, അതറിയാതെ സ്ഥലം വാങ്ങിയവർക്ക് വിറ്റവരിൽ നിന്ന് വില തിരികെ വാങ്ങിക്കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. ഇതിനെ തള്ളിയാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ രംഗത്തെത്തിയത്. ഇതിനെതിരെ ഇ.കെ. സുന്നി വിഭാഗത്തിലെ മുസ്ലിം ലീഗ് പക്ഷം രംഗത്ത് വന്നു. ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട് തള്ളിയ അബ്ദുസമദ് പൂക്കോട്ടൂർ സ്ഥലം വില കൊടുത്ത് വാങ്ങിയവരുടെ കണ്ണീര് അവഗണിക്കരുതെന്നും പറഞ്ഞു. അതേസമയം മുനമ്പം വിഷയത്തിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുക ഇടതുപക്ഷമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂപ്രശ്നത്തിന്റെ പേരിൽ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന നിലപാടിനെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഷയമാണത്. അത് കേരളത്തിന്റെ നല്ല അന്തരീക്ഷത്തിന് ചേർന്ന കാര്യമല്ല. മുസ്ലിം സംഘടനകൾ യോഗം കൂടി കാര്യം വ്യക്തമാക്കിയതാണ്. മുനമ്പത്ത് താമസിക്കുന്നവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ മുൻകൈ എടുക്കണമെന്നും തങ്ങൾ പൂർണ്ണമായും സഹകരിക്കാമെന്നും പറഞ്ഞിരുന്നു. അതിലെല്ലാം ഉണ്ട്. ഇനി അതിൻ്റെ സാങ്കേതികത്വങ്ങളിലേക്ക് തൂങ്ങി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കാര്യത്തെ ആരും പ്രോത്സാഹിപ്പിക്കരുത്. വിഷയത്തിലെ പഴയ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഈ പ്രശ്നം വരുന്നത്. 2009 നിസാർ കമ്മീഷനെ നിയോഗിച്ചത് അച്യുതാനന്ദന്റെ സർക്കാരിന്റെ കാലത്താണ്. ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി പിടിച്ചെടുക്കണം, ഏറ്റെടുക്കണം എന്നൊക്കെ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുണ്ടായ നടപടികളൊക്കെ. ബോർഡ് ചെയർമാൻമാരൊക്കെ മാറി വന്നിട്ടുണ്ടാകും. അസംബ്ലിയിൽ പല ചോദ്യങ്ങളും ഉയർന്നിട്ടുമുണ്ടാവും. വിഷയത്തിന്റെ തുടക്കമിട്ടത് ഇടതുപക്ഷം തന്നെയാണെന്നും കുഞ്ഞാലിക്കുട്ടി അടിവരയിട്ടു. ഇടയ്ക്ക് ഓരോരുത്തർ പറയുന്ന പ്രസ്താവനകൾ വെച്ച് കേരളത്തിൽ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ചെറുതിരിവ് ഉണ്ടാക്കുന്ന പരിപാടികൾ നടത്തരുത്. വാർത്തകൾ മാധ്യമങ്ങൾക്ക് ആവശ്യമാണ്, പക്ഷേ ഇത് വിഭാഗീയത സൃഷ്ടിക്കാനാവരുത്. മുസ്ലിം ലീഗിന്റെ നിലപാടിന് തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ലീഗിന്റെ നിലപാട് അവിടെ രമ്യമായ പരിഹാരം വേണമെന്ന് തന്നെയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നു. ഇപ്പോൾ അജണ്ടയിലുള്ള വിഷയം അവിടുത്തെ ബിഷപ്പുമാരുമായി അവസരം ലഭിച്ചാൽ സംസാരിക്കണമെന്നാണ്. ആ നിലയിലേക്ക് തങ്ങൾ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. സർക്കാർ രമ്യമായ പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കുമെന്നും പറയപ്പെടുന്നു. പരിഹാരമുണ്ടാക്കുന്ന വിഷയമാണത്. എന്തിനാണ് ഈ വിഷയം എടുത്തിട്ട് സാമുദായിക ചേരിതിരിവ് ഉണ്ടാക്കുന്നത്? BJP കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ഉൾപ്പെട്ട ഓരോരുത്തർ മുനമ്പത്ത് വന്ന വർഗീയ പ്രസംഗങ്ങൾ നടത്തുകയാണ്. എന്നാൽ സർക്കാർ ഇപ്പോഴും അനങ്ങാമ്പാറ നയം തുടരുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.